ഇന്ത്യൻ പീനൽ കോഡ് എന്ന നിലവിലുള്ള നിയമം ഇനി ചവറ്റുകുട്ടയിലേക്ക്. ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഇന്ത്യൻ പീനൽ കോഡ് എന്ന ക്രിമിനൽ നിയമമായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ച 3/4 നൂറ്റാണ്ടായിട്ടും ഇന്ത്യയിൽ കോടതികൾ ഉപയോഗിച്ചിരുന്നത്. ഇനി ജൂലൈ 1 മുതൽ ഇന്ത്യൻ പീനൽ കോഡിന് പകരമുള്ള ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരും. പുതിയ കേസുകളെല്ലാം വിചാരണയും ശിക്ഷയും ഇതനുസരിച്ച് ആയിരിക്കും. എടുത്തു പറയേണ്ടതും സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ടതും. ഒന്നാമതായി, ഇനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി FIR ഇടാൻ കാത്തിരിക്കേണ്ട. FIR ഇടുന്നത് പോലീസിന്റെ ഔദാര്യമല്ല. ഇനി മുതൽ FIR അല്ല, EFIR ആയിരിക്കും. FIR ഇനി മുതൽ ഉണ്ടാവില്ല. കോടതിയിൽ വെരിഫൈ ചെയ്യുന്നതും EFIR ആയിരിക്കും. പരാതിക്കാരന് EFIR നൽകണം. 7 കൊല്ലത്തിനു മുകളിൽ ശിക്ഷ ഉള്ള എല്ലാ കേസിലും ഇനി മുതൽ ഫോറൻസിക് പരിശോധന നിർബന്ധമാണ്. കുറ്റകൃത്യം എന്തുമാകട്ടെ, ശിക്ഷ 7 കൊല്ലത്തിൽ കൂടുതലെങ്കിൽ ഫോറൻസിക് പരിശോധന കൂടിയേ തീരൂ. കുറ്റവാളിയെ ശാസ്ത്രീയമായി പൂട്ടാനും നിരപരാധികൾ കേസിൽ കുടുങ്ങാതിരിക്കാനുമാണിത്. മറ്റൊന്ന്, ഒരു കേസിൽ പോലീസ് നടത്തുന്ന എല്ലാ അന്വേഷണവും വീഡിയോയിൽ ചിത്രീകരിക്കണം. വീഡിയോയിൽ എഡിറ്റും കൂട്ടിച്ചേർക്കലും പാടില്ല. നിരപരാധികൾ കേസിൽ കുടുങ്ങാതിരിക്കാനാണിത്. എന്നാൽ കുറ്റവാളികൾ രക്ഷപ്പെടുന്നത് തടയാനും പോലീസ് കേസ് അട്ടിമറിക്കുന്നത് തടയാനും വീഡിയോ ചിത്രീകരണം സഹായിക്കും. അതായത് പോലീസിന് പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ ആകില്ല. എല്ലാം ഡിജിറ്റൽ തെളിവുകളായിരിക്കും. കേസ് അട്ടിമറിക്കാനും പോലീസിന് സാധിക്കില്ല. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത എന്നത് IPCക്ക് പകരമായി വരുന്നത് അറിയപ്പെടും. CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ എവിഡൻസ് ആക്ടിനു പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് ജൂലൈ 1 മുതൽ വരിക. എന്നാൽ ഇവ നടപ്പാക്കുന്നത് മാറ്റിവെക്കണം എന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജൂലൈ 1 മുതൽ നടപ്പാക്കുന്നത്. കോൺഗ്രസ് പുതിയ നിയമത്തിന് എതിരാണ്. പഴയ ബ്രിട്ടീഷ് നിയമമായ IPCയെ അനുകൂലിക്കുന്നു. നിയമങ്ങൾ അനാവശ്യ തിടുക്കത്തിൽ പാസാക്കിയതിനാൽ അവ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കഴിഞ്ഞ ആഴ്ചയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. രാജ്യസഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പ് ജയറാം രമേശ് 3 പുതിയ നിയമങ്ങളും ആഭ്യന്തര കാര്യങ്ങൾക്കായുള്ള പുതിയ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് പുനഃപരിശോധിക്കാൻ റഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. കൊളോണിയൽ കാലത്തെ ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായി വരുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞ ഡിസംബറിൽ രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചു. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി പറയുന്നത് ഇങ്ങനെ: ക്രിമിനൽ നിയമം മാറ്റുക എന്ന ആശയം പതിറ്റാണ്ടുകളെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ചെയ്യാൻ ധൈര്യം കാണിച്ചത് എന്റെ സർക്കാരാണ്. പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറയുന്നത് ഇങ്ങനെ: ബ്രിട്ടീഷ് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പലരും ഭയപ്പെട്ടു. എന്നാൽ കാലം മാറിയപ്പോൾ ബ്രിട്ടനും മറ്റും മാറി. ഇന്ത്യൻ നിയമങ്ങൾ മാറിയില്ല. ഡിജിറ്റൽ രീതിയിലേക്കും പോയില്ല. ഇപ്പോൾ ശിക്ഷയേക്കാൾ നീതിക്കാണ് മുൻഗണന ലഭിക്കുക. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവുമായി പൊരുത്തപ്പെടുന്നു. പുതിയ നിയമങ്ങൾ ജുഡീഷ്യൽ പ്രക്രിയയെ വേഗത്തിലാക്കുമെന്നുകൂടി ദ്രൗപദി മുർമു വ്യക്തമാക്കി. ന്യായമായ അന്വേഷണത്തിനും സർക്കാരിന്റെ പ്രതിബദ്ധതയും ആവർത്തിച്ചു. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകണം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.